മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനെ കാണാനായിട്ട് തോമസ് വൈദ്യറിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പ്രതാപനും മുത്തശ്ശിയും എത്തുന്നുണ്ട്. ഇവരെ കാണുന്ന അനന്തുവിനും കണ്ണനും വളരെയേറെ ദേഷ്യം തോന്നുന്നു. എൻ്റെ മോനെ കണ്ണാ, ലക്ഷ്മിയെ കാണാനില്ല എന്ന വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഞാനും അമ്മയും മോനെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, അതേ കണ്ണാ, അതെ, ഞങ്ങളും വലിയ വിഷമത്തിലാണ്. ഞങ്ങൾക്കൊക്കെ ലക്ഷ്മിക്ക് ഒരു നല്ല കാലം വന്നപ്പോൾ ചെറിയൊരു അസൂയയും കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവളെ കണ്ണൻ്റെ അടുത്തുനിന്ന് വേർപ്പെടുത്തണമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല എന്ന് പറയാണ്ട് മുത്തശ്ശി ഇത് കേൾക്കുന്ന കണ്ണൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവളെ സ്നേഹത്തോടുകൂടി തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തതോ? ഇത് കേൾക്കുന്ന മുത്തശ്ശി അയ്യോ ഞങ്ങളോ എന്നൊക്കെ ചോദിക്കുകയാണ്. അയാളെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഗുണ്ടകൾക്ക് കാശെറിഞ്ഞു കൊടുത്തതോ എന്നെല്ലാം ചോദിക്കുമ്പോൾ പ്രതാപൻ അയ്യോ മോനെ, അതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അനന്ത് പറയുന്നുണ്ട്, ഒരു തെറ്റിദ്ധാരണയുമല്ല, അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തറിയാവുന്ന മോനി പറയുന്നത്? ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണനും കണ്ണൻ്റെ കൂട്ടുകാരനും ദേഷ്യമല്ലേ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ണ ഞാനൊരു കാര്യം പറയട്ടെ, കാണാതായ ഞങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് അപവാദം പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആ മേഘൻ ലക്ഷ്മിയുടെ പിന്നാലെ നടന്നു എന്ന് പറഞ്ഞതൊന്നുമല്ല സത്യം. അവൻ്റെ പിന്നാലെ ലക്ഷ്മിയാണ് നടന്നത്. ഇത് കേൾക്കുന്ന പ്രതാപം പറയുന്നുണ്ട്, അതെ അതെ, അവൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണനോട് അവളെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ മാത്രമല്ല, മഹിയെ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന് കണ്ണൻ അവരോട് പറയുകയാണ്. ഏത് നിമിഷവും മരണവുമായിട്ട് ആള് പിന്നാലെയുണ്ടെന്ന് മഹി എപ്പോഴും പറയുമായിരുന്നു. എൻ്റെ മഹിയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുമ്പോൾ പ്രതാപം ഞെട്ടി നിൽക്കുകയാണ്. ആഗ്രഹങ്ങൾ ഒരുപാട് ബാക്കി വെച്ച് മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഇവിടെയൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇനി നിങ്ങളൊക്കെ കൊന്ന മഹിയുടെ ആത്മാവാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് കണ്ണൻ പറയുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും വളരെയേറെ നെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയല്ലേടാ, മഹിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് അറിയുന്നത് ഇവർക്കൊക്കെയാണെന്ന് പറയാണ്. അപ്പോൾ പ്രതാപൻ പറയുന്നത്, എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ ഈ നെറ്റിയിലെ കുറി കണ്ടോ? ഞങ്ങൾ കാട്ടിനുള്ളിലെ ഒരു ഉഗ്രശക്തിയുള്ള ഒരു കരിങ്കാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നത്, ലക്ഷ്മി മോള് മടങ്ങി വരണമെന്ന് ഞാൻ നെഞ്ചു പൊട്ടിയാണ് പ്രാർത്ഥിച്ചത് മോനെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, മോൻ്റെ വിഷമത്തിലാണ് മോൻ ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് ലക്ഷ്മി മോനിൽ എന്തുമാത്രം വിഷമം മോനിക്കുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇതൊന്നും കാര്യമാക്കണില്ല എന്ന് പറയുന്നുണ്ട് പ്രതാപൻ. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് മോനെ കാണാനും പിന്നെ മോൻ അറിഞ്ഞതല്ലേ ഒരാൾ എന്നെ തല്ലി ചതച്ചത്, അതുകൊണ്ട് മേലാകെ വേദനയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ തോമസ് വൈദ്യരെ കൊണ്ടുവന്ന് തടവിക്കണം എന്നെല്ലാം പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നെല്ലാം പറയുന്നു. എന്തായാലും വൈദ്യരെ ഒന്ന് കാണട്ടെ മോനെ എന്ന് പറഞ്ഞ് പ്രതാപനും മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അനന്തവും കണ്ണനും തീരുമാനിക്കുന്നുണ്ട്, മഹാലക്ഷ്മി ഇനി ഇവിടെ തുടരുന്നത് അത്ര സേഫ് അല്ല എന്നും ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും, അതുകൊണ്ട് മഹാലക്ഷ്മിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നും പറയുന്നു. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നു, നമ്മളിനി എന്ത് ചെയ്യുമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, എന്തായാലും അവർ രണ്ടുപേരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് മഹാലക്ഷ്മിയുടെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാം, അവർ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നു. കണ്ണൻ പറയുന്നു, നല്ല ഐഡിയ ആണത്, അങ്ങനെ തന്നെ നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നു. കണ്ണനെ വിട്ടു പോകുന്നതിൽ മഹാലക്ഷ്മിക്ക് വളരെ വിഷമമുണ്ട്. അനന്ത് പറയുന്നുണ്ട്, രാവും പകലും ഞാൻ തന്നെ കൂട്ടു നിന്നോളാം, മഹാലക്ഷ്മി സമാധാനമായിട്ട് പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. പ്രതാപനും മുത്തശ്ശിയും തോമസ് വൈദ്യരുടെ അടുത്ത് നിന്ന് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ണൻ്റെ ബന്ധുക്കളാണെന്നും അപ്പോൾ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനാണെന്നും മുത്തശ്ശിയാണെന്നെല്ലാം പരിചയപ്പെടുന്നു. മഹാലക്ഷ്മി എല്ലാ വിവരങ്ങളും തോമസ് വൈദ്യരോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തോമസ് വൈദ്യരും ഇവരോട് അങ്ങനെ തന്നെ അഭിനയിക്കുക തന്നെയാണ് ചെയ്യുന്നത്. മഹാലക്ഷ്മിയുടെ മിസ്സിങ്ങിൽ വളരെയേറെ സങ്കടം പ്രകടിപ്പിക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും തോമസ് വൈദ്യരുടെ മുന്നിൽ. ഇതെല്ലാം കാണുന്ന തോമസ് വൈദ്യർക്ക് ഇവരുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാവുന്നുമുണ്ട്. പിന്നീട് ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, നീ ഫൈനാൻസിൽ പോയി MDയുടെ കസേരയിൽ ഇരിക്കണം, ഇനി നീയാണ് അതിൻ്റെ അവകാശി എന്ന് പറഞ്ഞു കൊടുക്കും. ഇത് കേൾക്കുന്ന കരുണയ്ക്ക് വളരെയേറെ സന്തോഷമാവുന്നുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും നീ തന്നെയാണ് നോക്കി നടത്തേണ്ടത്. ഇത് കേൾക്കുന്ന ഉണ്ണി പറയുന്നുണ്ട്, ആ MD കസേര എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അമ്മയെന്ന്. അപ്പോൾ ദുർഗ പറയുന്നത്, ഇനി എന്തായാലും കണ്ണൻ അതിൽക്കൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല, ഇനിയെല്ലാം നീ തന്നെ നോക്കി നടത്തണമെന്ന് ദുർഗ വീണ്ടും പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന കരുണ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.